ചാന്ദിനി സന്തോഷ് എഴുതിയ ബ്ലഡ് ബ്രദേഴ്സ് എന്നുള്ള പുസ്തകം. നേരത്തെ ഇംഗ്ലീഷിൽ എഴുതി, അതിൻ്റെ പുതിയ പതിപ്പ്. ഒപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് ഇതിൻ്റെ വിവർത്തനം വരികയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും ആവിഷ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാധ്യമം യഥാർത്ഥത്തിൽ നോവലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നോവലിൻ്റെ ആഴം, വ്യാപ്തി എല്ലാം ഈ നോവലിനകത്ത് കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ മനുഷ്യാവസ്ഥ, അതിനകത്ത് വരുന്ന രാഷ്ട്രീയം, സംസ്കാരം എല്ലാം ഉൾച്ചേർന്നുകൊണ്ടുള്ളൊരു വലിയ നോവൽ തന്നെയാണിത്, ബ്ലഡ് ബ്രദേഴ്സ്. സ്നേഹപൂർവ്വം എഴുത്തുകാരിയെ ക്ഷണിക്കുന്നു. ഈ പുസ്തകം ഏറ്റവും വാങ്ങുന്നത് സിംഷിയാണ്. ചാന്ദിനി മേഡത്തിൻ്റെ ബന്ധുവുമാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവർ ഈ ഷാർജ പ്രദേശം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങളുടെ സുഹൃത്താണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നിരൂപകയും അധ്യാപികയുമായ പ്രിയ ടീച്ചർ കണ്ണൂരിൽ നിന്നാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. ഈ വേദിയിലേക്ക് വരികയും നോവലിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കഥാസാഹിത്യം എന്ന് പറയുന്ന നോവലും ചെറുകഥയും ഉൾപ്പെടുന്ന ഒരു വലിയ സാഹിത്യ മേഖലയാണ്. അതിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന എഴുത്തുകാരി കൂടിയാണ് പ്രിയ ടീച്ചർ. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് അതിൻ്റെ പറയേണ്ട കാര്യമാണ്. ഞാൻ ഷാർജയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഈ ഷാർജ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ, വേദിയിലും പുറത്തും ഒരു അപൂർവ പ്രതിഭയാണ് എഴുത്തുകാരി അനുജ നായർ. അവരുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിരുന്ന നോവൽ ഞങ്ങൾ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് കഴിഞ്ഞൊരു വേദിയിൽ ഒരു കുട്ടിയുടെ കാവ്യസമാഹാരം അവർ സ്വീകരിക്കുകയുണ്ടായി. അനുജ വളരെ വ്യത്യസ്തയായ ഒരു എഴുത്തുകാരിയാണ്. നമ്മുടെ നോവൽ വായിച്ചപ്പോൾ ഈ ചെറിയ കാലയളവിനുള്ളിൽ ബഹുമാന യുവജനങ്ങളെ അതിൻ്റെ സൂക്ഷ്മതയോടെ ആവിഷ്കരിച്ചിട്ടുള്ള അങ്കലേയ എഴുത്തുകാരിയ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുജ നായർ. ക്ഷണിക്കുന്നു. എഴുത്തുകാരിയുടെ ബന്ധുകൂടിയായ പ്രിയങ്കയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ നേരിട്ട് ഈ ചടങ്ങിലേക്ക് പോകാം. കാരണം നമുക്കിനിയും 2 പുസ്തകങ്ങൾ ബാക്കിയുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പാഠം, ടെക്സ്റ്റ് വിവർത്തനത്തിന് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അനുജ നായരെയും സ്വീകരിക്കുന്നതിനും ക്ഷണിക്കുന്നു. Chandni has written this book named Blood Brothers, and I feel like the whole cover page, the title and everything, it looks so amusing even for the readers to read. It's about 2 brothers, 2 young boys who grew up with each other, and there is a lot of political violence that is happening in their life as well. So it's based on that, and I feel like it is such a sensitive topic to write about as well, and you've written it so well with it's so accurately without touching anyone's political feelings. She has written it, and it's just amazingly good because it is a lyrical prose, and it's just amazing because she has tried to balance everything out without hurting anyone's political emotions and all. And this is a very hard book, I would say, to write and to read. It's so simple. It's a very interesting plot line, and she has just written it so beautifully. So I wish the very best for you, and I hope you keep writing and you write. ചാന്ദിനി സന്തോഷിൻ്റെ ബ്ലഡ് ബ്രദേഴ്സ് എന്ന പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ആദ്യം തന്നെ നന്ദി, സ്നേഹവും അറിയുന്നു. നമുക്കറിയാം, പുസ്തകം എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ ഒരു പക്ഷി സങ്കേതമാണ് പുസ്തകമെന്ന്. ചിലതിലെന്താണ് പക്ഷികൾ ചിറകുപിടിച്ച് വീഴും, ചിലതിലെ ചിറകുമടക്കി ചേക്കേറും. എഴുതിയവർക്ക് അവരുടെ ഓർമ്മകളാണ്, വായിച്ചവർക്കും സമ്മാനിച്ചവർക്കും സമ്മാനിതരായവർക്കും അവരവരുടെ ഓർമ്മകളാണ്. ഇവിടെ ഒരു നോവൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മുടെ കഥയും ഇതുപോലെ നമുക്ക് എഴുതിയാലോ, പക്ഷെ നമുക്കത് എഴുതാൻ കഴിയില്ല. ഇവിടെ സന്തോഷിൻ്റെ ബ്ലഡ് ബ്രദേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിൽ KR മീര എഴുതിയിട്ടുണ്ട്. ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ സൂക്ഷ്മവും കാലാത്മകവുമായ ആഖ്യാനം, സാധാരണ ജീവിത കാഴ്ചകളിൽ നിന്ന് സാർവലൗകികമായ സത്യത്തെ തേടിയുള്ള ഒരു എഴുത്തുകാരിയുടെ പ്രയാണം. ഈ ഒരു KR മീരയുടെ ഈ 2 വരികൾ തന്നെ മതി ഈ നോവലിൻ്റെ വിജയത്തിന് എന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം
ആഴത്തിലാണ് ആ രണ്ട് വരികളിലൂടെ KR മീര ബ്ലഡ് ബ്രദേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാന്ദിനി സന്തോഷിൻ്റെ ഈ പുസ്തകം എല്ലാവരും വായിക്കപ്പെടട്ടെ, നിറയെ വായിക്കപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും. ചാന്ദിനിക്ക് പുസ്തകം പ്രകാശനം ചെയ്തതിൻ്റെ പേരിൽ പിന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെ പേരിൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും തുടർന്നുള്ള എഴുത്തുള്ള യാത്രയിൽ ആശംസകൾ. ചിത്രകാരിയും കവിയും നോവലിസ്റ്റുമാണ് ചാന്ദിനി മാഡം. Good afternoon. I'm Chandni Santosh. It's my third novel. I started writing it accidentally. Actually, I fell into writing. I didn't mean to write. I just fell into writing and I've written 3 novels. This is the third one which is being translated into Malayalam. എല്ലാവരും വായിക്കും. കാരണം ഒരു ഹോൾ ഡിസ്ട്രിക്റ്റിനെ പറ്റിയും അവിടെ നടന്ന അക്രമ സംഭവങ്ങളെ പറ്റിയും അവിടെയുള്ള ആൾക്കാരെ പറ്റി അവിടെയുള്ള ചെറിയ ആൺകുട്ടികൾ വളർന്നു വരുന്നതും അവരുടെ ആത്മസംഘർഷങ്ങളും കൂടിയൊക്കെയാണ് ഞാൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. This is the third book that she is launching, and I'm so proud of her because she's my dearest auntie, my mom and wife, and she's done a good job by herself, all alone. It's all that she's doing, and we're all supporting her. So I just want to say, everyone, try, read it, see what she's written, and just check it out if she's touching your heart. I think it is really touching. So please go ahead and thank you. Thanks and all the best wishes to her.